നമ്മുടെ നാട്ടിൽ അത്യാവശ്യമായിട്ട് ഒരു വാക്സിൻ ഇറക്കേണ്ടതായിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഞരമ്പ് രോഗത്തിനും കഴപ്പിനും പറ്റിയ ഒരു വാക്സിൻ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോസി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒന്ന് നിങ്ങളെ സൂചിപ്പിച്ചതുപോലെ വീണ്ടും ഞാൻ ഒന്നും കൂടി പറയുകയാണ്. അതായത് നമ്മുടെ നാട്ടിൽ അത്യാവശ്യമായിട്ട് ഒരു വാക്സിൻ ഇറക്കേണ്ടതായിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഞരമ്പ് രോഗത്തിനും കഴപ്പിനും പറ്റിയ ഒരു വാക്സിൻ ഇറക്കിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതായിരുന്നു. അങ്ങനെയെങ്കിൽ ഒന്നും അറിയാണ്ട് പീഡിക്കപ്പെടുന്ന കുറെ കുഞ്ഞുങ്ങളുടെ കുട്ടികളുടെ മരണങ്ങൾ നമുക്കൊന്ന് കുറയ്ക്കാമായിരുന്നു. വേറെ ഒന്നുമല്ല, നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. അതായത് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ ഒരു വയസ്സുകാരൻ്റെ കൊലപാതകത്തിന്റെ പിന്നിൽ അച്ഛനും അച്ഛൻ്റെ കുടുംബാംഗങ്ങളുമാണെന്നാണ്, അവർക്ക് ബന്ധമുണ്ടെന്നാണ് ഇപ്പം പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന ന്യൂസ്. ഓക്കെ, നമുക്ക് അതിലോട്ട് കിടക്കാം. അതായത് പോലീസ് ഈ പറഞ്ഞ ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഷിജിൻ എന്നാണ് അയാളുടെ പേര്. അയാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പ് കാണാം, ആ മഞ്ഞിന്റെ. ഓക്കെ, അയാളെ കണ്ടല്ലോ. അയാൾ ആ കുറ്റം ചെയ്തു കഴിഞ്ഞതിന് ശേഷം എന്തിനാണ് മുഖം മറച്ചു പിടിച്ച് നടക്കുന്നത്? അയാൾ ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അതായത് ആ കുഞ്ഞിനെ മടിയിൽ വെച്ചിട്ട് അയാളുടെ കൈമുട്ടുകൊണ്ട് വയറിനിട്ടിടിച്ചിട്ട് അങ്ങനെയാണ് ആ കുട്ടി മരണപ്പെട്ടത്. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലും കാര്യങ്ങളിലോട്ടും നടക്കാം. ആദ്യം തൊട്ടുള്ള എന്തൊക്കെ സംഭവിച്ചു, എന്തുകൊണ്ടാണ് ഇയാള് ഈ കുട്ടീനെ ഇങ്ങനെ കൊല്ലാൻ കാരണം എന്നുള്ള കാര്യം നമുക്ക് കിടക്കാം. അതായത് നമ്മുടെ ഈ മരണപ്പെട്ട കുട്ടിയുടെ അമ്മയിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ തുടങ്ങാം. അതായത് ഈ പെൺകുട്ടി കല്യാണം കഴിച്ച് ഈ ഷിജിന്റെ കൂടെ കൂടിയ നാള് തൊട്ട് ഈ കുട്ടി ആ വീട്ടിൽ പീഡനമായിരുന്നു ഫുള്ളും. അതായത് ഷിജിന്റെ വകയും ഷിജിന്റെ അമ്മയുടെ വകയും അതുപോലെ തന്നെ സഹോദരിയുടെ ഭാഗ്യമൊക്കെ ആ കുട്ടിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, അയാൾക്ക് സ്ത്രീധനം സംബന്ധിച്ചുള്ള പ്രശ്നമുണ്ടായിരുന്നു, ആൻഡ് കളറിന്റെ പേരിലും പ്രശ്നമുണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം ഈ പറഞ്ഞ ഈ കുഞ്ഞിന്റെ അമ്മ ഗർഭിണിയായിരുന്നു. ഗർഭിണിയായ സമയത്ത് ഇവൻ അബോർഷന് വേണ്ടി ഇവളെ നിർബന്ധിച്ചു. അതായത് നമുക്ക് ഈ കുഞ്ഞിന്റെ അമ്മയുടെ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ തുടങ്ങാം. അതായത് ഈ കുഞ്ഞിന്റെ അമ്മ കല്യാണം കഴിച്ച്, അതായത് ഷിജിന്റെ കൂടെ കൂടിയ നാള് തൊട്ട് അവിടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും പീഡിക്കപ്പെടുകയായിരുന്നു. അതായത് ഷിജിന്റെ വക, ഷിജിന്റെ അമ്മയുടെ സഹോദരിയുടെയും വകയില്. ഓക്കെ, ഒരു തരത്തിലും ആ പെണ്ണിനെ മനസ്സമാധാനത്തോടെ ആ വീട്ടിൽ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അതായത് ഈ പെണ്ണ് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അബോർഷൻ ചെയ്യാനായിട്ട് ഇവൻ ഈ പെണ്ണിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രഗ്നന്റ് ആയെന്ന് ആ പെൺകുട്ടി ഈ ഷിജിന്റെ അമ്മയോട് പറഞ്ഞപ്പം അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. അവര് പിന്നെ ആ ഒരു ചെലവ്, അവർക്ക് പൈസ ഒട്ടും ചെലവാക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. അന്നേരം അവര് ഇവളെ അവളുടെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടു എന്നാണ് ഈ പെണ്ണിന്റെ അമ്മ പറഞ്ഞത്. അത് സ്ത്രീധനത്തിന്റെ പേരിൽ ഇവളെ ഭയങ്കരമായിട്ട് കുറെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇവളെ കുറെ കഷ്ടപ്പെടുത്താറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇവളുടെ ഡെലിവറി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴും ഈ കുഞ്ഞിനെ എടുക്കുന്നതോ കൊച്ചിനെ നോക്കുന്നതോ ഒന്നും ഇവന് ഇഷ്ടമല്ല. ഇവന് കുട്ടിയുടെ മുഖത്തേക്ക് പോകുന്നു നോക്കാൻ പോലും ഇവന് ഇഷ്ടമല്ല. ഈ കുട്ടി അവൻ്റെതല്ലെന്നാണ് ഇവൻ പറയുന്നത്. ഈ കൊച്ചിനെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാമോ അങ്ങനെ പല രീതിയിലും ദ്രോഹിച്ചിട്ടുണ്ട്. ഇവളത് നേരിട്ട് കണ്ടിട്ടില്ല. കാരണം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ കുട്ടി സാധാരണ കുഞ്ഞുങ്ങൾ അപ്പനെയും അമ്മനെയും കാണുമ്പോൾ ചിരിച്ച മുഖത്തോടെയാണ് അവരുടെ അടുത്തേക്ക് സമീപിക്കുക. എന്നാൽ ഈ കുഞ്ഞ് ഈ ഷിജിനെ കാണുമ്പോൾ വാവിട്ട് കരയാണ്, എപ്പം കണ്ടാലും കരച്ചില്. അതിന്റെ റീസൺ എന്താന്ന് ഇതുവരെയായിട്ടും ഈ അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ അമ്മയുടെ മുന്നിൽ വെച്ച് ഈ കൊച്ചിനെ ഇവനൊന്നും ചെയ്തിട്ടില്ല.
ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് പിടിക്കുന്ന സമയത്തൊക്കെ ഇവൻ കൊച്ചിനെ ബലം പ്രയോഗിച്ച് കൊച്ചിനെ കൈ പിടിച്ചിട്ട് പറയും, ഇവളോട് പറയും എന്തേലും ജോലി ചെയ്യ്, ഈ ഭാഗത്തേക്ക് വന്നു പോകരുതെന്ന് പറഞ്ഞ് അവളോട് പറയും. അങ്ങനെ അവൾ ജോലി ചെയ്യാനൊക്കെ പോകും. ആ സമയത്ത് ഈ കുട്ടീനെ എത്രത്തോളം ഉപദ്രവിക്കാമോ അത്രത്തോളം ഇവൻ ആ കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്താ നടക്കണേന്ന് പോലും അറിയാണ്ട് ആ കൊച്ച്, അതിനെന്തെങ്കിലും പറയാൻ പറ്റുമോ? ആ കൊച്ചിന് നിറമില്ല, ആ കൊച്ച് അത് അവൻ്റെ അല്ല, കണ്ടേച്ചാലും മതി മോന്ത. ഈ കുഞ്ഞിന് വേണ്ട പോഷക ആഹാരങ്ങളോ ഒരു കാര്യം ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു കാര്യം ഇവൻ ചെയ്തു കൊടുത്തിട്ടില്ല. കുഞ്ഞുങ്ങളാണെങ്കിൽ രാത്രി കരയും, ഇവനത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്, അതവന് പറ്റില്ല. ഈ കുഞ്ഞ് മരിക്കണ ദിവസം, കുഞ്ഞിനെ കൊല്ലണ ദിവസം, ഓരോ ദിവസം കൂടുമ്പോൾ ഈ കുഞ്ഞിനെ ദ്രോഹിക്കുന്നതിന്റെ അളവ് കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഈ കൊച്ചിന് ഭയങ്കര, ഇവനെ കാണുമ്പോഴേക്കും ഭയങ്കര കരച്ചിൽ കൂടിക്കൂടി വന്ന്, അത് അമ്മ മീഡിയയിൽ അവരോട് പറയണുണ്ട്. ലാസ്റ്റ് ദിവസങ്ങളിൽ കുട്ടി ഭയങ്കരമായിട്ട് കരയണുണ്ടായിരുന്നു, മോഷൻ ഭയങ്കരമായിട്ട് പാസ്സാക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അതായത് ഈ കുഞ്ഞിനെ കൊല്ലാനുണ്ടായി അവനെ പ്രലോഭിപ്പിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഭാര്യയുമായിട്ട് ബന്ധപ്പെടുന്നതിനിടയിൽ കുഞ്ഞ് കടന്ന് കരഞ്ഞു. അതവന് ഇഷ്ടപ്പെട്ടില്ല, അവന് ദേഷ്യം വന്നു. ഓക്കെ, അപ്പോഴാണ് അവൻ ഇത് ചെയ്തത്. പക്ഷെ ഈ ചെയ്ത പ്രവൃത്തി ഈ കുഞ്ഞിന്റെ അമ്മ കണ്ടിട്ടില്ല. കുഞ്ഞിന്റെ അമ്മ അവിടെ ഇല്ലാത്ത സമയത്താണ് ഇവൻ ആ കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ചിട്ട് അവന്റെ കൈമുട്ട് കൊണ്ടിട്ട് ആ കുഞ്ഞിന്റെ വയറിനിട്ട് ഇടിച്ചത്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ കുഞ്ഞിനെ അവിടെ നടുക്ക് കിടത്തിട്ട് അവൻ കടന്നുറങ്ങി. അതിനുശേഷം ഈ അമ്മ കുഞ്ഞിനെ സമാധാനപ്പെടുത്തി കൂടെ കടത്തി ഉറക്കി. അത് കുറച്ച് സമയം അവേഴ്സ് കഴിഞ്ഞപ്പോൾ കുട്ടി ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് മോഷൻ പാസ്സാക്കാൻ തുടങ്ങി. അങ്ങനെ കുട്ടീനെ ഇവള് നിർബന്ധിച്ച് ആണ് ഇവൻ ഈ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാക്കുന്നത്. അങ്ങനെ ഡോക്ടർമാര് ചെക്ക് ചെയ്തപ്പം മനസ്സിലായി, അതായത് ഇന്റേണൽ ബ്ലീഡിങ് കാരണമാണ് ആ കുഞ്ഞ് മരണത്തിന് കാരണമായത്. ഇന്റേണൽ ബ്ലീഡിങ് കാരണമാണ് ആ കുട്ടി മരിച്ചതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇതിന് മുന്നേയും ഈ കുട്ടീനെ ഉപദ്രവിച്ചതിന് ഒരു തെളിവുണ്ട്. അതായത് കുട്ടിയുടെ കയ്യിൽ പൊട്ടലുണ്ടായിരുന്നു. ഇവനത് ഉപദ്രവിച്ചതിൻ്റെ, പക്ഷെ ഈ കുഞ്ഞിന്റെ അമ്മയ്ക്ക് അത് മനസ്സിലായിട്ടില്ല. അതായത് ഇയാള് ഒരു കുഞ്ഞു കുട്ടി നമ്മളുടെ അടുത്ത് വന്ന് കിടക്കുമ്പോൾ നമുക്കൊരു കെയർഫുൾ ഉണ്ടായിരിക്കും. ഒരു കുഞ്ഞാണ് അടുത്ത് കിടക്കുന്നതെന്നുള്ളൊരു ബോധം ഉണ്ടാവും. ആ ബോധം പോലും ഇല്ലാണ്ട് കുഞ്ഞിനെ മനഃപൂർവ്വം കൊല്ലാനായിട്ട് ഇവൻ ആ കുഞ്ഞിന്റെ മേത്തൊക്കെ കിടന്നിട്ടുണ്ട്, കുഞ്ഞിന്റെ കയ്യിൽ കിടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം കടന്ന് കണ്ടിട്ടാണ് ഇവൾ പിടിച്ചു മാറ്റിയപ്പോഴാണ് ഈ പൊട്ടലുള്ളതായിട്ട് മനസ്സിലായത്, കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഈ കുഞ്ഞിനെ കൊല്ലാൻ പറ്റുന്ന രീതിയിൽ പല കാര്യങ്ങളും ഇവൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഈ അമ്മയ്ക്ക് മനസ്സിലായി. ഈ അമ്മയ്ക്ക് വിചാരിച്ചത് ഇവളോടുള്ള ദേഷ്യം കൊണ്ട് അവരൊന്ന് കാണിച്ചു കൂട്ടണമെന്നാണ് ഇവൾ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പോഴാണ് അത് റിയലൈസ് ചെയ്തത് കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി മാത്രം ചെയ്ത കാര്യങ്ങളാണ്. അവന് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവന്റെ വീട് വിറ്റിട്ടാണ് ഇപ്പൊ അവരൊരു വാടകയ്ക്ക് വീട്ടിൽ നിൽക്കുന്നത്. ഓക്കെ, ഈ ഫിനാൻഷ്യൽ പ്രോബ്ലം കുറച്ചും കൂടി ഒഴിവാക്കാനായിട്ടും കൂടിയാണെന്ന് തോന്നുന്നു ആ കുഞ്ഞിനെ അയാളവൻ കൊന്നത്. അവന്റെ പ്ലാനിങ് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നും അല്ല ആ കുഞ്ഞിനെ ദ്രോഹിക്കാനായിട്ടും കൊല്ലാനായിട്ടും. ഇത്രയും ഒരു കുട്ടീനെ നോക്കാൻ കഴിവില്ല, സാമ്പത്തികമായിട്ട് പിന്നോക്കമാണ്, കല്യാണം കഴിക്കാനുള്ള ഒരിതില്ല എന്നാണെങ്കിൽ പിന്നെ നീ എന്തിനാ ഈ പരിപാടി നടക്കുന്നത്? ഇവനാണെങ്കിൽ പോലീസ് ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ളും ചെക്ക് ചെയ്തപ്പോൾ ഇവന് കുറേ വാട്സപ്പ് ഗ്രൂപ്പിൽ കുറേ സെക്സ് റിലേറ്റഡ് വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളുണ്ട്. അവന് ഭയങ്കര ആക്റ്റീവാണ്. എന്നിട്ട് ഒന്നും അറിയാത്ത ആ പൊടിക്കുഞ്ഞിനെ ഇഞ്ചായിട്ട് വേദനിപ്പിച്ച് കൊന്നിട്ട്
ഒരു ഒരു ഇതും ഇല്ലാണ്ട് നടത്തും കണ്ടില്ലേ. ഇപ്പം കൈയും പൊത്തിയിട്ടാണ് അവൻ നടക്കുന്നത്. നാണം കെട്ട മൃഗങ്ങൾ അതുങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലും അവരെ ഉപദ്രവിക്കത്തില്ല. അവൻ്റെയൊക്കെ കടപ്പിന് വേണ്ടി മാത്രം ചെയ്ത് കൂട്ടുന്ന തിണ്ടിത്തരങ്ങളാ ഇതൊക്കെ. ആ കുഞ്ഞിന്റെ അമ്മ മീഡിയയിലോട്ട് പറയണുണ്ടായിരുന്നു, ആ കുഞ്ഞിന് വേണ്ടി പഴം മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് അയാൾ മേടിച്ചു കൊടുത്തില്ല. പക്ഷെ അയാളുടെ സിസ്റ്റർ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറെ ഫ്രൂട്ട്സ് മേടിച്ചുകൊണ്ട് വന്നവനാ. അതിലൂടെ മനസ്സിലാവാൻ പറ്റും അവൻ എത്രത്തോളം കാര്യമായിട്ട് ആ കുഞ്ഞിനെ നോക്കിയെന്ന്. ഇപ്പൊ ഇതാ അടുത്തൊരു വേറൊരു കേസ് വന്നിരിക്കുന്നു. മഞ്ചേരിയില് മലപ്പുറത്ത് വെറും 8 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ, അതായത് മരിച്ച നിലയിലാണ് വീട്ടുകാര് ആ കുഞ്ഞിനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നത്. ഇത് നോർമൽ ഡെത്ത് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ അമ്മയ്ക്ക് ഓൾറെഡി 3 മക്കളുണ്ട്. ഒരു കുഞ്ഞിനെ നോക്കിയ പരിചയമുണ്ട്. 3 പിള്ളേരെ നോക്കിയ പരിചയമുള്ള സ്ത്രീയാണ് അവര്. ഇവരുടെ സംസാരത്തിലും കുറെ അപാധകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആശുപത്രിക്കാർ തന്നെയാണ് ഈ പോലീസിനെ ഇൻഫോം ചെയ്തത്. അതിപ്പം ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ കുട്ടികളെ നോക്കാൻ കഴിയില്ലാത്തതിന് അത് ഉണ്ടാക്കാൻ നിൽക്കരുത്. നിങ്ങൾ ഭൂമിയിലോട്ട് വന്നത് ഈ വലിയ മനുഷ്യനായിട്ട് വലിയ കാര്യം കൈയുള്ള ആൾക്കാരായിട്ടൊന്നും അല്ലല്ലോ വന്നത്. ഇതേപോലെ പൊടി കുഞ്ഞുങ്ങളായിട്ട് തന്നെ പയ്യെ ഓരോ സ്റ്റേജിലും വലുതായി വന്നതാണ് ഇപ്പം വലിയ തടിമാടന്മാരും ഒക്കെ ആയിട്ട് നിൽക്കുന്നത്. ആ കുഞ്ഞിന് അത്രത്തോളം ഓരോ ദിവസവും അത്ര ഇഞ്ചിഞ്ചായി അതിനെ വേദനിപ്പിച്ച് ആണ് ഇയാൾ കൊന്നത്. ആ ചെറുപ്രായത്തിൽ തന്നെ ഈ അച്ഛനെ കണ്ടിട്ട് ഇത്രയും വിട്ട് കരയണമെങ്കിൽ ദിവസവും ആ കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ടുണ്ടാവും. ഇയാളെ കാണുമ്പോഴേ കൊച്ചു വിട്ട് കരയുന്നു. അപ്പോഴും ഈ അമ്മയ്ക്ക് അറിയില്ല എന്തുകൊണ്ടാണ് ഈ കുഞ്ഞ് കരയണേന്ന്. ഇവനെയൊന്നും വെറുതെ വിടാൻ പാടില്ല. ഇപ്പൊ അവന്റെ കഴപ്പ് തീർന്നിട്ടുണ്ടാവുമല്ലോ. എനിക്ക് മനസ്സിലാവാത്തത് ഇവരുടെ കടപ്പിനും സുഖത്തിനും വേണ്ടി എന്തിനാണ് ഈ കുഞ്ഞുങ്ങളെ ബലികേടാക്കുന്നത്. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ അമ്മയ്ക്ക് പുറത്തുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാനോ ഇടപഴകാനോ പറ്റില്ല. ഈവൻ ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോലും പോകാനോ അവരോട് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാക്കി കളഞ്ഞ അയാള്. ഇപ്പൊ കുഞ്ഞിന്റെ മരണകാരണം അറിഞ്ഞപ്പോഴാണ് ഈ അമ്മയ്ക്ക് മനസ്സിലായത് ഈ കുട്ടീനെ ഇവൻ ചെയ്തതിന്റെ പിന്നിലാണ് ഈ കുട്ടി മരിച്ചതെന്ന്. ഇവനെ തെളിവെടുപ്പിന് ഇവനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇവൻ ആ കാര്യം പറഞ്ഞത്. സ്വന്തം രക്തത്തിലുണ്ടായ കുഞ്ഞ് വേണ്ട, സ്വന്തം രക്തത്തിലുണ്ടാവേണ്ടെന്നില്ല, ഒരു പൊടിക്കുഞ്ഞ്. ആ പൊടിക്കുഞ്ഞിനെ എങ്ങനെ ഇവന് മടി വെച്ചിട്ട് കൈമുട്ടും കൊണ്ട് ഇടിക്കാൻ തോന്നി? ആ കുഞ്ഞ് റെസ്പോണ്ട് ചെയ്യില്ല. ആ കുഞ്ഞ് വിളിച്ച് ആരോടും പറയില്ല. ഇയാളെ എന്നെ ഇടിച്ചു എന്ന് പറയില്ലെന്നും വ്യക്തമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് അയാള് നിരന്തരമായിട്ട് ആ കുഞ്ഞിനെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ ഞെട്ടിക്കുന്ന ന്യൂസുകളാണ് കാണുന്നത്. ഇതെന്താ, ന്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ആൾക്കാർ ഒരാളെ കൊല്ലുവാണോ? എനിക്കറിയത്തില്ല. ഇപ്പൊ ആ കൊന്നവൻ, ആ അച്ഛൻ ഇപ്പൊ കൊന്നു കഴിഞ്ഞപ്പോ അവന്റെ സമാധാനമായോ? അവൻ ആഗ്രഹിക്കുന്ന രീതിയിലാണോ ഇപ്പൊ ജീവിക്കുന്നത്? ആഗ്രഹിക്കുന്ന രീതിയിലാണ് അവൻ നടക്കുന്നത്? അതും ആ കുഞ്ഞിനെ ഇങ്ങനെ ഇത്രത്തോളം ഉപദ്രവിക്കാനായിട്ട് അവന്റെ കൂടെ, ആ ഷിജിന്റെ കൂടെ അവന്റെ വീട്ടുകാർ നിന്നു എന്നുള്ളതാണ്. സമ്മതിക്കണം. ഒന്നില്ലേലും ഈ ഷിജിന്റെ അമ്മ ഒരു സ്ത്രീയല്ലേ, അവരുടെ സഹോദരി. ഇപ്പോഴും നാട്ടിൽ സ്ത്രീധനം എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നം ഇപ്പോഴും ഉണ്ട്. ഞാനിത് ഇവിടം കൊണ്ട് നിർത്തുവാണ്. ഓക്കെ ഗൈസ്, ഞാൻ സൈൻ ഔട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ താങ്ക്സ് ഫോർ വാച്ച് മൈ വീഡിയോ. ഓക്കെ, ഈ വീഡിയോ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുവാണ്. അപ്പൊ നിങ്ങൾക്ക്
എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പ്ലീസ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ സബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ സൈൻ ഔട്ട് ചെയ്യുന്നു. ബൈ ബൈ.